നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തെരഞ്ഞെടുത്ത ടെക്സ്റ്റ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങളാണ്. വീണ്ടും അതിലെ ചില വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 35 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. No power on earth can separate me from the love of God which is manifested in Christ Jesus our Lord. പ്രാർത്ഥിക്കാം. നിന്നുടെ സ്നേഹം മാറുകില്ല, നീ എന്റെ സ്വന്തമായി തീർന്നു. നിന്നുടെ സ്നേഹം മാറുകില്ല, നീ എന്റെ സ്വന്തമായി തീർന്നു. നിന്നുടെ ജീവനിൽ കൂടി നീ നിത്യമായി സ്നേഹം പകർന്നിടുക. യേശുവേ സ്നേഹ സോപാനമേ, സ്നേഹത്തിൻ സമ്പൂർത്തിയേ, സ്നേഹിക്കും നിന്നെ ഞാൻ നാളുകളെല്ലാം. യേശുവേ സ്നേഹ സോപാനമേ. ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്നത്തെ രാത്രിക്കും അതിന്റെ ശാന്തതയ്ക്കുമായി തിരുമേനി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അവിടുത്തെ സന്ധിയിൽ അങ്ങയുടെ വചനം കേൾക്കുന്നതിനായിട്ട് ഞങ്ങളെ കൂട്ടിവരുത്തിയതിനാൽ നന്ദിയോടെ തിരുമേനി സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇതാ തിരുവചനത്തിലൂടെ തിരുശബ്ദം കേൾക്കുന്നതിനായി തൃപ്പാദപീഠത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് സന്നിഹിതനായിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ മധ്യയുള്ള പ്രിയനെ അങ്ങയുടെ മഹത്വം കാണുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ, തിരുവചനത്തിൽ കൂടെ അങ്ങയുടെ ശബ്ദം തിരിച്ചറിയാൻ ഈ രാത്രി ഞങ്ങൾക്ക് ഇടവരുത്തണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനത്തിന് ശക്തിയുണ്ട്, അത് അയച്ചാൽ കാര്യം സാധിപ്പിക്കും. സ്തോത്രം. പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ചില ജീവിതങ്ങൾ ഈ വചനത്താൽ സ്പർശിക്കപ്പെടണമേ, രൂപാന്തരപ്പെടണമേ, ശക്തിപ്പെടണമേ. ചില കണ്ടെത്തലുകളുടെ രാത്രിയാക്കി തീർക്കണമേ, പുനർസമർപ്പണത്തിന്റെ രാത്രിയാക്കി തീർക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് തരിക. ഞങ്ങളുടെ അച്ഛന്മാരിവിടെ ഇരിക്കുന്നത് പോലെ കർത്താവെ, അങ്ങയൊന്ന് കാണാൻ, അങ്ങയുടെ തേജസ് ഒന്ന് കാണാൻ, ഞങ്ങളുടെ ഇല്ലായ്മയൊന്ന് കാണാൻ, ഞങ്ങളുടെ വല്ലായ്മയൊന്ന് കാണാൻ കർത്താവ് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ, കാതുകളെ തുറന്നാട്ടെ. കർത്താവെ, പറയേണ്ടത് പറയാനുള്ള ധൈര്യവും പറയരുതാത്തത് പറയാതിരിക്കാനുള്ള വിവേകവും ഏഴയ്ക്ക് നൽകണമേ. മഹത്വമെല്ലാം അങ്ങേക്ക്. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ. 1936 ഡിസംബർ മാസം 11-ാം തീയതി ബ്രിട്ടീഷ് സാമ്രാജ്യ ചരിത്രത്തിൽ ദുഃഖകരമായിരിക്കുന്ന ഒരു അധ്യായം എഴുതി ചേർത്ത ദിനമാണ്. ജോർജ് 5-ാമിന് ശേഷം എഡ്വേർഡ് 8-ാമൻ ചക്രവർത്തിയായി കിരീടം ധരിച്ച് സിംഹാസനത്തിൽ വാണരുകയാണ്. 326 ദിവസം മാത്രം ആ സിംഹാസനത്തിൽ അദ്ദേഹം വാണരുളിയുള്ളൂ. 326 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗ പ്രസ്താവന പ്രഭുസഭയിൽ വായിച്ചു. എന്താണ് കാരണം? 2 വിവാഹ മോചനം നേടിയ വാലി സിംസൺ എന്ന അമേരിക്കൻ വനിതയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രണയമാണ്. പാശ്ചാത്യ നാടുകളിൽ പ്രണയം സ്വാഭാവികമാണ്, അനുവദനീയമാണ്. എന്നാൽ ഇതിന്റെ പ്രത്യേകത, 2 വിവാഹ മോചനം നേടിയ സ്ത്രീയാണ് വാലി സിംസൺ. പ്രബുദ്ധനായിരിക്കുന്ന ബ്രിട്ടീഷ് ജനതയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല. ഞങ്ങളുടെ രാജ്ഞി 2 വിവാഹമോചനം നേടിയ സ്ത്രീ എന്നത് അവർക്ക് സ്വീകരിക്കാനായില്ല. വാലി സിംസന്റെ വീട് അവർ വളഞ്ഞു, അവരെ ആക്രമിച്ചു.
സഹികെട്ടവർ പാരീസിലേക്ക് നാട് കടന്ന വർത്തമാനം രാജാവ് ചക്രവർത്തി കേട്ടുകഴിഞ്ഞപ്പോൾ, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് 326 ദിവസത്തെ ഭരണത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കിരീടം ചക്രവർത്തി ഉപേക്ഷിച്ചു. 1936 ഡിസംബർ മാസം 11 കുറെ നാൾക്ക് ശേഷം പ്രിയപ്പെട്ടവളെ വിവാഹം കഴിച്ചു. 1972 വരെ അവർ കുടുംബമായി ലോകത്തിൽ ജീവിച്ചു. ഒരു സ്ത്രീയുടെ സ്നേഹത്തിന്റെ വശ്യശക്തി, സ്നേഹത്തിന്റെ ശക്തി, ഒരു സ്ത്രീയുടെ സ്നേഹത്തിന് കിരീടം വേണ്ടെന്ന് വെക്കാൻ ഒരു രാജാവിനെ പ്രേരിപ്പിക്കാൻ കരുത്തുണ്ട്. സ്നേഹം ശക്തമായിരിക്കുന്ന ഒരു ആയുധമാണ്. സ്നേഹം ശക്തമായിരിക്കുന്ന ഒരു ഔഷധമാണ്. ആ സ്നേഹം എന്തെന്ന്, അതിന്റെ ഉദാത്ത ഭാവം എന്തെന്ന് ലോകത്തിൽ കാട്ടിക്കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ദൈവം ക്രിസ്തുവിലാണ് ആ സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ലോകത്തിലേക്ക് ഏറ്റവും കരുത്തുള്ള ആയുധമാണ്. ഏത് നശീകരണ ശക്തിയുള്ള ആയുധത്തെക്കാൾ കരുത്തുള്ള ആയുധമാണ് സ്നേഹം. ആയുധം കൊണ്ട് മനുഷ്യനെ നശിപ്പിക്കാം, പക്ഷേ ഒരു മനുഷ്യനെയും ആയുധം കൊണ്ട് രൂപാന്തരപ്പെടുത്താനാവില്ല, മാറ്റാനാവില്ല. പക്ഷേ ആ നശീകരണ ശക്തിയുള്ള മാരകായുധത്തെക്കാൾ കരുത്ത് സ്നേഹത്തിനുണ്ട്. സ്നേഹമെന്ന ആയുധം കൊണ്ട് കീഴടക്കാനാവാത്ത മനുഷ്യർക്കില്ല. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്നേഹരാഹിത്യമാണ്. സ്നേഹരാഹിത്യം ഉള്ളിടത്താണ് ഭയമുണ്ടാകുന്നത്. ഭയം ഉള്ളിടത്താണ് ഭയത്തിൽ നിന്നുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നത്. ആ പ്രതിരോധത്തിലൂടെയാണ് ഭീകരത രൂപപ്പെട്ടിരിക്കുന്നത്. ഭീകരത അതിന്റെ സർവശക്തിയും കൂടെ സമാഹരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന കൃതിയിൽ ഇതിനെക്കുറിച്ച് മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. Instead of a nuclear war between superpowers, the world may now face a new threat, terrorists armed with nuclear weapons. അതിന്റെ ഭയങ്കരത ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹരാഹിത്യമാണ് രാഷ്ട്രങ്ങളുടെ തകർച്ചയ്ക്ക് പിൻപിലുള്ളത്. സ്നേഹരാഹിത്യമാണ് കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് പിൻപിലുള്ളത്. സ്നേഹരാഹിത്യമാണ് വ്യക്തികളുടെ നാശത്തിന് മുഖാന്തരമായിരിക്കുന്നത്. ഒരു നല്ല ഔഷധം, അതിൽ നല്ലൊരു പ്രിസ്ക്രിപ്ഷൻ ദൈവത്തിന്റെ വചനത്തിൽ നൽകിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13 നല്ലൊരു ഔഷധക്കൂട്ടാണ്. അതൊന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ, അതൊന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ, സ്നേഹം ലോകത്തിൽ എന്തെന്ന് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹം എന്തെന്ന് ലോകത്തിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ സ്ഥാപിക്കപ്പെട്ട സഭ അത് പ്രാവർത്തികമാക്കിയാൽ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരാഴ്ച വരെ ശമനം കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ആ സ്നേഹം എന്തെന്ന് ലോകത്തിൽ കാട്ടിക്കൊടുക്കേണ്ട സമൂഹം സ്നേഹത്തിന് വൈപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകം മറുവഴിയിൽ യാത്ര ചെയ്യുന്നതിൽ അതിശയിക്കേണ്ടതില്ല. സഭാഗാത്രം സ്നേഹത്താൽ നിറയപ്പെട്ടവളാകണം. സഭ ലോകത്തിൽ സ്നേഹത്തിന്റെ നിദർശകരായി തീരണം. ക്രിസ്ത്യാനി അങ്ങനെയായി തീരണം. അത് ശക്തവും വ്യക്തവുമായി നമ്മെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മുടെ മുൻപിൽ ഇന്ന് വായിക്കപ്പെട്ടിരിക്കുന്നത്. C.S. ലൂയിസ് എന്ന് പറയുന്ന പ്രശസ്തനായിരിക്കുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം എഴുതിയ മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകം 4 Loves, 4 സ്നേഹങ്ങളെന്നല്ല, സ്നേഹത്തിന്റെ 4 ഡയമെൻഷൻസ്, 4 മാനങ്ങൾ. അതിന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് ടേംസ് ആണ്. ഞാൻ ഗ്രീക്ക് ഭാഷ പഠിച്ചിട്ടില്ല. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട പട്ടക്കാർക്ക് ഗ്രീക്ക് ഭാഷ പഠിച്ചവരും അറിയുന്നവരുമാണ്. എന്റെ ഉച്ചാരണത്തിൽ പിശകുണ്ടെങ്കിൽ ദയവായി പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ തിരുത്തുന്നത് സ്വാഗതാർഹമാണ്. 1ാമത്തെ പദം അദ്ദേഹം ഉപയോഗിക്കുന്നത് ഫിലിയ, സ്നേഹിതന്മാർ തമ്മിലുള്ളതായിരിക്കുന്ന സ്നേഹം. സ്നേഹത്തിന്റെ 4 മാനങ്ങളെ കുറിച്ചാണ്.
സ്നേഹിതന്മാർ, ഫ്രണ്ട് സർക്കിളിലുള്ളതായിരിക്കുന്ന സ്നേഹമാണ്. ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വർത്തമാന പത്രങ്ങൾ നൽകുന്ന ഇൻഫർമേഷൻസ് വിശ്വസനീയമാണെങ്കിൽ എത്രയെത്ര വഞ്ചനകളാണ് സ്നേഹത്തിന്റെ മറവിൽ നടക്കുന്നത്, സ്നേഹിതന്മാർ നടക്കുന്നത്. ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് അവരെ തന്നെ വകവരുത്തുന്ന സ്നേഹിതർ വിരളമല്ലേ കാലഘട്ടത്തിൽ. അപ്പോൾ സ്നേഹിതന്മാരുടെ സ്നേഹത്തിന് പരിധിയുണ്ടെന്ന് അർത്ഥം. രണ്ടാമത്തെ പദം ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോർഗെ, മാതാപിതാക്കളുടെ സ്നേഹമാണ്. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സ്നേഹമാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹമാണ്. മാതാവും പിതാവും മക്കളും തമ്മിലുള്ള സ്നേഹമാണ്. ആ സ്നേഹം പോലും ഇന്ന് വികൃതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ചില മക്കളോട് മാതാപിതാക്കൾക്ക് അമിത വാത്സല്യം ഉണ്ടാവാം. കാരണം അവര് സാമ്പത്തികമായി നേട്ടം കൊണ്ടുവരുന്ന ആളുകളാണ്, ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ സ്നേഹിച്ചാൽ പ്രയോജനമുണ്ട്. എന്നാൽ അത്രത്തോളം ഇല്ലാത്ത ആളുകളെ പുച്ഛ മനോഭാവത്തോടെ കാണുന്നവരാണ്. ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ 34 വർഷം പലയിടങ്ങളിലായി ശുശ്രൂഷ ചെയ്ത വ്യക്തി എന്ന നിലയിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. മാതാപിതാക്കളുടെ സ്നേഹത്തിന് പരിമിതിയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വർത്തമാന പത്രത്തിൽ നമ്മൾ വായിച്ചു, 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തു. അതിന്റെ പിൻപിലുള്ള സംഭവം എന്തുമാകട്ടെ, ഒരു പിതാവിന് അങ്ങനെ ചെയ്യാനാവുമോ? മാതാപിതാക്കളുടെ സ്നേഹം അത് ഏറ്റവും വാത്സല്യമുള്ളതാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ വാരിക്കൊടുത്ത അപ്പനാണ് കുഞ്ഞുങ്ങളെ, ജീവിക്കാൻ അവകാശമുള്ള, ജീവിക്കാൻ തുടങ്ങുന്ന ആ കുഞ്ഞുങ്ങളെ നിഷ്കരണം വധിച്ചത്. കുടുംബ പ്രശ്നമാവാം, പക്ഷേ മാതാപിതാക്കളുടെ സ്നേഹത്തിന് പരിധിയുണ്ട്. മൂന്നാമത്തെ പദം C.S. ലൂയിസ് ഉപയോഗിക്കുന്നത് ഈറോസ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ സ്നേഹത്തെ കുറിച്ചാണ്. വേദപുസ്തകം പോലും ദൈവവും സഭയും തമ്മിലുള്ള സ്നേഹത്തെ മനോഹരമായി ഉദാഹരിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തോടാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബന്ധം, കർത്താവും ഭാര്യ സഭയും, ആ ബന്ധത്തിലാണ് വിശുദ്ധ വേദപുസ്തകം ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ വിശ്വാസ സമൂഹമായിരിക്കുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് ചർച്ചും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പ്രവാചകന്മാർ ഉദാഹരിച്ചതും അങ്ങനെ തന്നെയാണ്. ഭാര്യ ഭർത്തൃബന്ധം, ദൃശ്യമായ സ്നേഹത്തിന്റെ ഊഷ്മളമായ ഭാവം ഭാര്യ ഭർത്തൃബന്ധത്തിലാണ്. മറയില്ലാത്ത സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, അതൊക്കെ പ്രകടിപ്പിക്കേണ്ട വേദിയാണ്. ആ ഭാര്യ ഭർത്തൃബന്ധത്തിൽ സ്നേഹം കുടുംബത്തിൽ ആസ്വദിക്കുമ്പോൾ അത് കണ്ടു വളരുന്ന തലമുറയാണ് സുരക്ഷിതരായിട്ട് വളരുന്നത്. എങ്ങനെയോ അവിടെയും വിള്ളൽ സംഭവിച്ചു. അരക്ഷിതരായി വളരുന്ന കുഞ്ഞുങ്ങൾ, വികലമായ ആളത്വത്തിന്റെ ഉടമകളായ കുഞ്ഞുങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ ഭവനങ്ങളിൽ ജനിച്ചു വളർത്തപ്പെടുന്നവർ പോലും എന്തുകൊണ്ടാണ് മദ്യവും മയക്കുമരുന്നും തേടുന്നത്? ഇൻസെക്യൂർ ആണവർ, സ്നേഹം ലഭിക്കാതെ വളരുന്നവരാണ്. വിദ്യാഭ്യാസം ഒത്തിരി വർദ്ധിച്ചിട്ടും എന്റെ കേരളക്കരയിൽ ആത്മഹത്യ നിരക്ക് കൂടുന്നു, വർദ്ധിക്കുന്നു. ഡ്രഗ്സ് അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. 12 വയസ്സാണ് മിനിമം പ്രായം. ഇൻസെക്യൂർ ഫാമിലിയിൽ, സ്നേഹം നഷ്ടപ്പെട്ട ഫാമിലിയിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളാണ് അങ്ങനെയുള്ളത്. നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിന്റെ വിളനിലമായി മാറണം. അത് കണ്ടു വളരണം മക്കൾ. അവർ സുരക്ഷിതരായി വളരണം. എന്നാലേ ഒരു സുരക്ഷിതമായ സമൂഹത്തെ, ഭാരതത്തെ കെട്ടുപണി ചെയ്യാൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. നാലാമത് അദ്ദേഹം കൊടുക്കുന്ന വാക്ക് അഗപ്പേ, അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. അത് ദൈവത്തിന്റെ സ്നേഹമാണ്. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്, അതിന്റെ എക്സ്പ്ലനേഷനാണ് ഈ വേദപുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത്. അത് മുഴുവനും ഒരുമിച്ച് ചരിത്രം മുഴുവനും ഇതിനകത്തോട്ട് ചേർത്തിരിക്കുകയാണ്. അത് പേഴ്സോണിഫൈ ചെയ്താൽ അതിന്റെ ഉദാത്ത ഭാവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. റോമാലേഖനം വളരെ മനോഹരമായി പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. റിട്ടയർ ചെയ്തതിനു ശേഷം സമയം ലഭിച്ചിരിക്കുന്നതിനാൽ അതൊക്കെ വായിക്കാനും ധ്യാനിക്കാനും അവസരം ദൈവം എനിക്ക് നൽകി. 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മനോഹരമായിരിക്കുന്ന ഒരു വാക്യമാണ്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അത് പ്രദർശിപ്പിച്ചത് ക്രിസ്തുവിലൂടെയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ
സ്നേഹത്തിന്റെ പേഴ്സോണിഫിക്കേഷൻ ആണ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ ജഡം ധരിച്ച ക്രിസ്തു സ്നേഹമാണ്. ആ സ്നേഹമാകുന്ന ക്രിസ്തു ഉള്ളത്തിൽ വസിക്കുന്ന ക്രിസ്ത്യാനി സ്നേഹമാണ്. സ്നേഹമാവണം, സ്നേഹമാവണം, സ്നേഹിതനാവണം എന്നല്ല, സ്നേഹമാവണം, സ്നേഹത്തിന്റെ പര്യായമാവണം, സ്നേഹത്തിന്റെ ഊഷ്മളഭാവമാകണം. സമീപിക്കുന്നവർ ദൈവ സ്നേഹം അറിയണം, ആസ്വദിക്കണം. അതിനാണ് ഈ കൺവെൻഷൻ. വേദപുസ്തകം മുഴുവനും കൂടെ ചേർത്താൽ, വേദപുസ്തകം മുഴുവൻ കണ്ടന്റും കൂടെ ചേർത്താൽ ഒറ്റപ്പദം പറഞ്ഞാൽ സ്നേഹം, ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത് തന്നെയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു. God so loved the world. ലോകത്തെ സ്നേഹിച്ചു. ദൈവം സ്നേഹിച്ച ലോകത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഊഷ്മളത എന്തെന്ന് ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്ത യേശുക്രിസ്തുവിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ട് ഇത് തുടരാൻ, ചരിത്രത്തിൽ തുടരാൻ, ഈ സ്നേഹം ചരിത്രത്തിൽ തുടരാൻ ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യൻ ചർച്ചിന്റെ പ്രവർത്തനത്തിന് പിൻപിലുള്ള സ്നേഹം മാത്രമാണ്. അവിടെ നിന്ന് അകന്നു പോകുമ്പോൾ നാം ഈ സ്നേഹം ലോകവുമായി പങ്കുവെക്കുന്നിടത്ത് പരാജയപ്പെടുകയാണ്. സ്വാർത്ഥത വരുമ്പോൾ ആ സ്നേഹത്തിന് പരാജയം സംഭവിക്കുകയാണെന്ന് ഒരിക്കലും മറക്കരുത് പ്രിയപ്പെട്ടവരെ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, ദൈവം സ്നേഹം തന്നെ. ദൈവം, God is love, നമുക്കെല്ലാം അറിയാം. ദൈവം സ്നേഹം തന്നെ. ആ സ്നേഹം നമുക്ക് അനുഭവിച്ച് ആ സ്നേഹത്തിന്റെ ഉള്ളിൽ നാമായി, നമ്മുടെ ഉള്ളിൽ സ്നേഹമായി, നാം ആ സ്നേഹത്തിലായി, സ്നേഹത്തിന്റെ വക്താക്കളായി ലോകത്തിൽ ജീവിക്കാൻ നമുക്കാവേണ്ടതാണ്. സ്നേഹിക്കാൻ കഴിയേണ്ടതാണ്. ഒന്ന് നോക്കി ആത്മാർത്ഥമായി ഒന്ന് പറയാൻ സാധിക്കുമോ? സിസ്റ്റേഴ്സ്, ഐ ലവ് യു. ബ്രദേഴ്സ്, നമുക്കൊന്ന് പറയാൻ കഴിയുമോ? മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട്. കൺവെൻഷനിൽ വന്നവരാണല്ലോ തൊട്ടടുത്തിരിക്കുന്നവരോട്, ബ്രദർ ഐ ലവ് യു, സിസ്റ്റർ ഐ ലവ് യു. നേരം വെളുത്തെഴുന്നേറ്റ് വരുന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭാര്യയ്ക്ക് പറയാനാവുമോ? പറയാനാവണം. അയൽക്കാരന്റെ മുഖത്ത് നോക്കി പറയാനാവണം. അതിനാണ് സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അത് സ്നേഹമാണ്. ക്രിസ്തു സ്നേഹമാണ്. ക്രിസ്തു ഉള്ളത്തിൽ വസിക്കുന്ന ഞാൻ സ്നേഹമാണ്. എന്നിലൂടെ പുറത്തേക്ക് പ്രവഹിക്കേണ്ടത് സ്നേഹമാണ്. ഇത് ലോകത്തിൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി വിളിച്ചു വേർതിരിപ്പിക്കപ്പെട്ട സഭാ മക്കളാകുന്ന നമുക്ക് എത്രത്തോളം അതിൽ വിശ്വസ്തത പുലർത്താൻ ആവുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ സ്നേഹത്തിന്റെ ആ അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലോകത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്. 17 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിക്കുക, ഞങ്ങൾ തമ്മിലുള്ള, ക്രിസ്തുവും ഞാനും തമ്മിലുള്ള സ്നേഹത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ ആർക്ക് ശക്തിയുണ്ട്? 17 കാര്യങ്ങളുടെ ലിസ്റ്റാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ വായിച്ചു കേൾപ്പിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നതാ കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ എന്ന് പറഞ്ഞിട്ട് ഇവയെല്ലാം സഹിക്കുന്നതിന് വേണ്ടി ത്യാഗസന്നദ്ധരായി ലോകത്തിൽ ജീവിച്ച ഒരു കൂട്ടം ആളുകൾ ഇതിനു മുൻപ് ജീവിച്ചിരുന്നു. അവരുടെ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു എന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റ് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ സാധ്യമല്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ക്രിസ്തീയ സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത്. CSI മാർത്തോമ സഭാ വിഭാഗങ്ങൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു, യേശുവിനെ ജീവിതത്തിൽ ഏറ്റുകൊണ്ടു, യേശുവിനായി ജീവിതം സമർപ്പിച്ചു. പക്ഷേ
നമുക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാനാവുമോ, എന്റെ പ്രിയനോടുള്ള എന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റി മാറ്റത്തക്ക തരത്തിൽ ഞാൻ വസിക്കുന്ന ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കേൾപ്പില്ല. അങ്ങനെ വന്നെങ്കിലേ സുവിശേഷത്തിന്റെ വർധനവിന് വേണ്ടി നിലകൊള്ളാൻ നമ്മെ കൊണ്ടാവൂ. നമ്മളുടെ സുവിശേഷം പ്രസരിക്കുകയുള്ളൂ. സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ കഴിയണമെങ്കിൽ ഈ ഒരു ബന്ധം ദൈവവൈതലും കർത്താവും തമ്മിൽ ഉണ്ടായിരിക്കണം. ക്രിസ്ത്യാനിയും കർത്താവും തമ്മിൽ ഉണ്ടായിരിക്കണം. ഒരു ശക്തിക്കും ഞങ്ങളെ അടർത്തി മാറ്റാൻ ആവാത്ത തരത്തിലുള്ള വലിയ ബന്ധമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം, ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന വേദനാജനകമായിരിക്കുന്ന അനുഭവങ്ങളുടെ വർണ്ണന കൊരിന്തിലെ സഭയ്ക്ക് അദ്ദേഹം എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്നേഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നടന്നത് ത്യാഗത്തിന്റെ ബന്ധാവിലൂടെയാണ്. എന്തെല്ലാം ത്യാഗം ഈ സ്നേഹത്തിന് വേണ്ടി, ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി. ഒരിക്കൽ ഞാൻ ഉപദ്രവിച്ചവനെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത പ്രൈസ് എന്താണെന്ന് അദ്ദേഹം തന്നെ വിസ്തരിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ കൊരിന്തിലെ സഭയോട് അദ്ദേഹം വിസ്തരിക്കുന്നത് കേൾക്കാം. യഹൂദരാൽ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലുകൾ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ചീവത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സൈന്യത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന് തിരക്കുണ്ടായി. യേശുവിനെ സ്നേഹിപ്പാൻ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തന്റെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ അഭിമുഖീകരിച്ചതായിരിക്കുന്ന അനുഭവങ്ങളുടെ പട്ടിക നിരത്തുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പട്ടക്കാരും സുവിശേഷകരും ഞങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് സ്റ്റാൻഡേർഡത്തോടെ പറയാനായിട്ട് സാധിക്കും? 30 കൊല്ലം 40 കൊല്ലം കൃപയാൽ 52 വർഷം ഈ കർത്താവിന്റെ വേലയിൽ തുടരാൻ ഭാഗ്യം കർത്താവ് തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇത് പറയാനായിട്ടാവില്ല. പൗലോസ് പറഞ്ഞ അതേ സെൻസിൽ പറയാൻ എനിക്കാവില്ല. 52 വർഷം തന്റെ പ്രിയനെ ഞാൻ സേവിച്ചു. പക്ഷേ ചിലതൊക്കെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. സത്യമാണത്. ആ പരമാർത്ഥത്തെ മൂടിവെച്ചുകൊണ്ടല്ല നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ദൈവത്തെ, കർത്താവിനെ എല്ലാറ്റിനും എല്ലാമായി സ്നേഹിക്കാൻ പ്രതിജ്ഞ എടുത്തയക്കുന്ന പ്രിയപ്പെട്ടവരെ എത്ര പേർക്ക് ധൈര്യമായിട്ട് ഇത് പറയാനായിട്ട് സാധിക്കും? ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പറയണം, എന്റെ പ്രിയനെ, അവനോടുള്ള എന്റെ സ്നേഹത്തിൽ നിന്ന്, എനിക്ക് വേണ്ടി ക്രൂശിൽ തന്റെ ജീവൻ ബലിയായിട്ട് അർപ്പിച്ചു തന്നവനെ, അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ വേർപെടുത്താൻ ആവില്ല എന്ന പ്രതിജ്ഞയോട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി. കാര്യസാധ്യത്തിന് വേണ്ടി പ്രിയനെ ത്യജിക്കുന്ന വഴിയല്ലത്. ത്യാഗത്തിന്റെ ബന്ധാവിലൂടെ പ്രിയനെ അനുധാവനം ചെയ്യുവാൻ പ്രതിജ്ഞ എടുക്കുന്ന വഴിയാണ്. ഒരിക്കൽ സമ്പത്തിന് വേണ്ടി ജോലി അന്വേഷിച്ച് എസ്റ്റേറ്റ് ജോലിക്കാരനായി ജോലി ആരംഭിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നെ. പിന്നെ തെരഞ്ഞെടുത്തു, കർത്താവിന്റെ വേലയ്ക്കായിട്ട് വിളിച്ചു, വേർതിരിച്ചു, സുവിശേഷം പ്രസംഗിക്കാനായിട്ട് നിയോഗിച്ചു. ഇത്രയും കാലം കർത്താവ് നിർത്തി. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ജീവിതത്തിന്റെ വൈതരണികളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി പ്രോബ്ലംസ് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പേഴ്സണലി ഒത്തിരി കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് വരെ ഇവന്റെ പ്രിയനിൽ നിന്ന് അകറ്റാൻ ഇവയ്ക്കൊന്നിനും ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭക്തൻ പാടിയ പാട്ട് ഞാനും ഏറ്റുപാടും. പട്ടിണി വന്നിട്ടുണ്ട്, കഷ്ടത വന്നിട്ടുണ്ട്. ആ ഭക്തൻ ഒരിക്കൽ പാടിയത് എനിക്കും പാടാനായിട്ട് സാധ്യമായി തീരും. കഷ്ടതയോ പട്ടിണി ഉപദ്രവങ്ങളോ, നഗ്നതയോ ആപത്തോ വൻ പീഡനങ്ങളോ, ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ മാറ്റമില്ല ദൈവസ്നേഹം എത്ര അത്ഭുതം എന്ന് പാടിക്കൊണ്ട് പാവം. ഇത് എത്ര പേർക്ക് ധൈര്യമായിട്ട് ഹൃദയത്തിന്റെ ഭാഗത്ത് വലതുകരം വെച്ചുകൊണ്ട് പാടാം? കഷ്ടതയോ പട്ടിണി ഉപദ്രവങ്ങളോ,
നഗ്നതയോ ആപത്തോ വൻ പീഡനങ്ങളോ ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ മാറ്റമില്ല ദൈവസ്നേഹം എത്ര അത്ഭുതം. ആമേൻ. മാറ്റമില്ല ദൈവസ്നേഹം എത്ര അത്ഭുതം. കാൽവറിയിൽ കാണും സ്നേഹം അത്ഭുതം. വർണ്ണ്യമല്ലവോ അതെന്റെ നാവിനാൽ. കാൽവറിയിൽ കാണും സ്നേഹം അത്ഭുതം. വർണ്ണ്യമല്ലവോ അതെന്റെ നാവിനാൽ. വിശുദ്ധ വേദപുസ്തകത്തിന്റെ മുഴുവൻ താളുകൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകൾ പരിശോധിച്ചാൽ, ഈ സ്നേഹത്തിന്റെ ആട്രിബ്യൂഷൻസ്, വിശേഷണങ്ങൾ ഒത്തിരി ഇതിൽ ഉടനീളം അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അവ അക്കമിട്ട് ചിലത് അടുത്തുള്ള ഏതാനും മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ക്രിസ്തുവിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന സ്നേഹത്തിന്റെ പ്രത്യേകത, അതിന്റെ വിശേഷണം ഈ പുസ്തകത്തിലുടനീളം പരിശോധിക്കുമ്പോൾ എനിക്ക് ബോധ്യമായ ചില സൂചനകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്ന്, ഇത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. ഫോർഗിവിംഗ് ലവ്. ക്ഷമിക്കുന്ന സ്നേഹമാണ്. എത്ര തെറ്റ് ചെയ്താലും, കൊടും ക്രൂരമായ പാപം ചെയ്താലും, നിയമത്തിന്റെ മുൻപിൽ ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്താൽ അത് ക്ഷമിക്കാൻ ഈ സ്നേഹത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സാധു സുന്ദർ സിംഗിനെ കുറിച്ച് ടി.കെ. ജോർജ് എഴുതിയ പുസ്തകം, സാധു സുന്ദർ സിംഗിനെ കുറിച്ച് ടി.കെ. ജോർജ് എഴുതിയ മനോഹരമായിരിക്കുന്ന ഒരു സീരീസ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ടിബറ്റിലൂടെയുള്ള യാത്രയിൽ അഭിമുഖീകരിച്ചൊരു സംഭവ കഥ അച്ഛൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. നഗ്നപാതനായി കാഷായ വസ്ത്രം ധരിച്ച് അദ്ദേഹം മുന്നോട്ട് യാത്രയാവുകയാണ്. സന്ധ്യയായി. മുന്നോട്ട് പോകാനല്ല, കൂരിരുട്ട. തപ്പി തപ്പി പതുക്കെ മുന്നോട്ട് പോവുകയാണ്. പോകുമ്പോൾ കാടനങ്ങുന്നു. അരണ്ട വെളിച്ചത്തിൽ ചില ആളുകൾ കയ്യിൽ പന്തവും കൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. കയ്യിലൊരു തുകൽസഞ്ചി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഒരു വാള് കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു, നിന്റെ കൈവശമുള്ള പണമെടുക്ക. വാള് കഴുത്തിന് ഇങ്ങനെ ഓങ്ങിയപ്പോൾ സുന്ദർ സിംഗ് യാതൊരു ഭയവും കൂടാതെ കണ്ട് കഴുത്ത് ഈ വശത്തോട്ട് ചായ്ച്ചു. വെട്ടാനോങ്ങിയതായിരിക്കുന്ന മനുഷ്യൻ, ക്രൂരനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കരങ്ങൾ ഉറച്ചു. എന്ത്, നിനക്ക് മരണത്തെ ഭയമില്ലേ, പേടിയില്ലേ? സുസ്മേരവദനായി അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല, എന്റെ മരണഭയം മാറിപ്പോയി. യേശു എന്ന ഒരാളെ ഞാൻ കണ്ടെത്തി. അദ്ദേഹം എന്റെ മരണഭയം മാറ്റി തന്നു. അദ്ദേഹത്തോട് യേശുവിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാനൊരു സന്യാസിയാണ്, എന്റെ കൈവശം ഇത്രയേ ഉള്ളൂ, ഒറ്റ ഒരു ഉടുപ്പും ഈ ഒരു സഞ്ചിയെ കയ്യിലുള്ളൂ, വേറെ ഒന്നുമില്ല. ഈ വന്ന മനുഷ്യൻ ഒരു സിഗ്നൽ പുറപ്പെടുവിച്ചു. 10-11 കള്ളന്മാരുടെ കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, കൊള്ളക്കാർ. ഇദ്ദേഹത്തിന്റെ സിഗ്നൽ കേട്ടവർ ഓടി വന്നു. എല്ലാവരോടും അവിടെ ഇരിക്കാൻ ആജ്ഞാപിച്ചു അദ്ദേഹം. ആ വനത്തിന്റെ നടുവിൽ അദ്ദേഹം സുവിശേഷം അവരോട് പറഞ്ഞു. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യം അദ്ദേഹത്തെ കൊല്ലാൻ വാളോങ്ങിയ മനുഷ്യന്റെ കയ്യിലിരുന്ന പന്തം അദ്ദേഹത്തെ സിംഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അല്പ ദൂരം മാറി അവിടെ ഒരു കിണറുണ്ടാവും, ആ കിണറിൽ ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം ആ പന്തം മേടിച്ച് അടുത്തുള്ള കിണറ്റിൽ ചെന്ന് ഒന്ന് നോക്കിയപ്പോൾ അനേകരുടെ മനുഷ്യരുടെ അസ്ഥികൾ നിറഞ്ഞിരിക്കുന്ന ഒരു കിണറാണ്. സിംഗ് തിരിച്ചു വന്നു. എന്താ നീ അവിടെ കണ്ടത്? മനുഷ്യരുടെ അസ്ഥികൂടം. നിന്നെയും ആ കൂട്ടത്തിൽ ഞങ്ങൾ ഇടേണ്ടതായിരുന്നു, പക്ഷെ നിനക്ക് വലിയ മാറ്റം വന്നു. നീ ഞങ്ങളോട് പറഞ്ഞു, ഏത് ക്രൂരത ചെയ്താലും, ഏത് കൊടും പാപം ചെയ്താലും ക്ഷമിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന്. അദ്ദേഹം ചോദിച്ചു, ആ ക്രൂരത ചെയ്ത ഞങ്ങളോട് നിന്റെ യേശു ക്ഷമിക്കുമോ? സിംഗ് പറഞ്ഞു, അതെ, നിങ്ങളുടെ പാപം കരിഞ്ചുവപ്പായിരുന്നാൽ ഹിമം പോലെ വെളുപ്പിക്കും. നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ തരാൻ ദൈവത്തിന് കഴിയും, യേശുവിന് കഴിയും. ഞങ്ങൾ എന്ത് ചെയ്യണം?
നിങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തരും. അദ്ദേഹം അവരെ കൂട്ടി ആ കിണറിന്റെ ചുവട്ടിൽ ചെന്ന് മുട്ടുകുത്തി അവർക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. വാവിട്ട് കരഞ്ഞുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞ് അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവരുടെ കൂടെയാണ് അദ്ദേഹം അടുത്ത ഗ്രാമത്തിലേക്ക് യാത്രയായി. ഏത് പാപവും ഏത് ക്രൂരതയും ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കാൻ കർത്താവിന് കഴിയും. അവന്റെ സ്നേഹത്തിന് കഴിയും. Forgiving love. എന്നാൽ ഈ ക്ഷമ അനുഭവിക്കുന്ന സ്നേഹത്തിന്റെ മക്കളാകുന്ന നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നമുക്ക് അന്യോന്യം ക്ഷമിക്കാൻ പറ്റുമോ? സഹോദരനും സഹോദരനുമായിട്ട് ഉരിയാടിയിട്ട് എത്ര കൊല്ലമായി? തിരുവത്താഴത്തിനും കുർബാനയ്ക്കും ആദ്യം വന്ന് മുട്ടുകുത്തും, നമുക്ക് ഏകരക്ഷകനാണെന്നും പറഞ്ഞു. മുഖത്തോട്ട് മുഖം നോക്കി ഒന്ന് സംസാരിക്കാനാവില്ല. സ്നേഹമെന്ന പറച്ചില് കുർബാനയ്ക്ക് ചാടി ആദ്യം വരും, തിരുവത്താഴത്തിന് ആദ്യം ചാടി വരും. സഹോദര ചിന്തിക്കണം, സഹോദരി ചിന്തിക്കണം. God's love which is manifested in Christ Jesus, it is forgiving love. അന്യോന്യം ക്ഷമിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ സഭയിലെ ഇടവകയിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. കുടുംബങ്ങളുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അച്ഛന്മാരുടെ തലവേദന പകുതി കുറയും. പരസ്പരം ക്ഷമിച്ചാൽ ആ പ്രശ്നം എല്ലാം കൂടി പള്ളിക്കൊണ്ട് ഇടവയോഗത്തിൽ ഭരണഘടന 32 വകുപ്പ് കൊണ്ട് വന്നേക്കുക. ഒറ്റ വിഷയമുള്ളൂ, അവനെ എങ്ങനെയെങ്കിലും ഇരുത്തണം. ഞാൻ ചിലർക്കൊക്കെ വൈസ് പ്രസിഡന്റൊക്കെ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അച്ഛന്മാരെന്നോട് ക്ഷമിക്കും. God's love is forgiving love. 2, it is suffering love. ത്യാഗം സഹിക്കുന്ന സ്നേഹമാണ്, വേദന സഹിക്കുന്ന സ്നേഹമാണ്. ആ വേദന സഹിക്കുന്ന സ്നേഹത്തിന്റെ നിദർശനമാണ് മുൻപേ ഞാൻ വായിച്ചു കേൾപ്പിച്ച കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചേർത്തിരിക്കുന്നത്. പല പ്രാവശ്യം വേദന സഹിച്ചു, പട്ടിണി കിടന്നു, കള്ളന്മാരുടെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, കടലിലെ ആപത്ത്. യേശുവിനെ സ്നേഹിക്കുക എന്നാൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണോ? അല്ല. യേശുവിനെ സേവിക്കുക എന്നാൽ സ്നേഹിക്കുക എന്നാൽ സുരക്ഷിതമാണോ? സമൃദ്ധിയാണോ? യേശുവിനെ സ്നേഹിക്കുന്ന പ്രോബ്ലംസ് ഒന്നുമില്ലാത്ത ജീവിതമാണോ? അങ്ങനെ ഇന്ന് ഒരു കൂട്ടം ആളുകൾ ഓഫർ ചെയ്യുന്നത്. പക്ഷേ എന്റെ കയ്യിൽ നിൽക്കുന്ന വേദപുസ്തകം അത് പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. യേശുവിനെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ കുരിശ് ചുമക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് അത് വോളണ്ടറിലി ഏറ്റെടുക്കലാണ്. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ. ഇത് മനസ്സിലായി പൗലോസ് അപ്പോസ്തലന്. അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹം ത്യാഗം സഹിക്കുന്ന സ്നേഹമാണ്. ഇവിടെ അച്ഛൻ മിഷണറിക്ക് പേർക്ക് കാശ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഈ ത്യാഗം സഹിക്കാൻ അല്പമെങ്കിലും സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ ഒറ്റ പ്രസ്താവന മതി. കൊടുക്കുമ്പോൾ വേദനയോടെ കൊടുക്കാൻ കഴിയണം. കൊടുക്കുമ്പോൾ വേദനയോടെ കൊടുക്കണം. സമൃദ്ധി നല്ല വേദനയോടെ കൊടുക്കണം. അതായത് 2 കാശിട്ട വിധവയെ പ്രശംസിച്ചത് കൊണ്ട് നമ്മൾ അതൊരു ഒരു പ്രത്യേക ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് ഒക്കെ എടുക്കുകയാണ്. അതല്ല, അവരുടെ കയ്യിൽ നാളേക്കൊന്നും വെച്ചിട്ടില്ല. He left nothing for herself. അവൾക്കായിട്ടൊന്നുമില്ല. He has given everything she owns. തനിക്കുള്ളത് മുഴുവനും കൊടുക്കുകയാണ്. അത് വേദനയാണ്. നാളെ എനിക്കില്ല, പക്ഷേ ഇന്ന് ഞാൻ എന്റെ പ്രിയന് വേണ്ടി ഇത് മുഴുവൻ കൊടുത്താൽ നാളെ എന്നെ നടത്താൻ അവൻ ശക്തനാണെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അവന്റെ വേലയ്ക്ക് ഇനി അച്ഛൻ പറയരുത്, നാളെ കൊണ്ട് ഈ ടാർഗറ്റ് വരണം, വേദന ഉണ്ടാവണം. പേഴ്സ് തുറക്കട്ടെ, ബാങ്കിൽ ചെക്ക് എഴുതി കൊടുത്തു, കാശില്ലെങ്കിൽ ചെക്ക് എഴുതി കൊടുത്തു. അച്ഛൻ്റെ നല്ല ചെക്കാരിക്കണേ, കാശുള്ളതല്ല. സഫറിങ്, വേദന സഹിക്കുന്നു. ഞങ്ങളൊക്കെ മിഷൻ ഫീൽഡ് ആയിട്ട് ചെറിയ ചെറിയ ത്യാഗം ഓർക്കുമ്പോൾ ഈ പൗലോസ് പറഞ്ഞ ഒന്നുമില്ല. എന്റെ വിചാരം അവനൊക്കെ വലുതാണെന്നാണ്. എല്ലാവരൊക്കെ ചില സന്ദർഭത്തിൽ വഴക്കുണ്ടാക്കുകയും കരയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചെടുത്ത് കഷ്ടമാണെന്ന്. പട്ടിണി കിടക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്. നല്ല തുണി കൊടുക്കാനില്ലാത്തപ്പോൾ വിഷമിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൺവെൻഷന് പോകാനായിട്ട്, നിലമ്പൂർ കൺവെൻഷന് പോകാനായിട്ട്
3 ഉടുപ്പേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴതല്ല കേട്ടോ, പൂജ ഇടണം ഇപ്പുറത്ത്. 3 ഉടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. കഴി ഇട്ടിരിക്കുക. പുതുശ്ശേരി താമസിക്കുക, പാലക്കാട്ടിന് ശരിയാണ്. നാളെ എനിക്ക് പോകണം. നാളെ എനിക്ക് പോകേണ്ട കൺവെൻഷന്. PN മെമ്പറാച്ചനടുത്ത വികാരിയ എഴുത്താ വരുത്തില്ല എന്ന് പറഞ്ഞു. 3 ഉടുപ്പുണ്ടത് കഴി ഇട്ടിരിക്കുകയാണ്. നാളെ പോണേൽ ഇന്ന് 2 എണ്ണം എടുത്ത് കള്ളം കൊണ്ടുപോയി. ഒരെണ്ണം കിടക്കുന്നതാകട്ടെ പുറത്തോട്ട് ഇട്ടോട്ട് പ്രസംഗിക്കാൻ ഇട്ടൊരു പറ്റില്ല. എന്തൊരു കഷ്ടമാണ് ഇല്ലേ? ആ ഒരെണ്ണം കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്നപ്പോൾ ഒരു അമ്മാമ്മയോട് ദൈവം പറഞ്ഞായിരുന്നു പലതൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്തൊന്നും എനിക്ക് പറയുന്നില്ല. എന്താ മനസ്സിലിരിക്കും ഇതാണെന്ന് നിങ്ങൾ പറയും. അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. God's love is suffering. ഈ കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചവർ വേദനിച്ച ചരിത്രമാണവർ. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ കർത്താവിനെ സ്നേഹിച്ചതിന് വേദനിച്ച ചരിത്രമാണവർ. AD 67 പൗലോസിനെ തലവെട്ടിക്കൊന്നു. മത്തായിയെ എത്യോപ്യയിൽ പിന്നിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ബർത്തലോമായെ അർമീനിയയിലെ ബിഷപ്പിനെ മാനസാന്തരപ്പെടുത്തിയതിന്റെ ഫലമായി ജീവനോടെ തോലിരിച്ച് തലവെട്ടിക്കൊന്നു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ട് ശിഷ്യന്മാരുടെ ഗണത്തിൽ സ്വാഭാവിക മരണം വരിച്ച ഒരുവനാണ്. പക്ഷേ അദ്ദേഹത്തെ 2 പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചു. ഒന്ന് നെടുവേ കീറി കൊല്ലാൻ ശ്രമിച്ചു. നെടുവേ കീറുമ്പോൾ മുറിവ് ജോയിന്റ് കൂടുന്നു. അത് കഴിഞ്ഞപ്പോൾ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചു. എണ്ണ തണുക്കുന്നതല്ലാതെ അദ്ദേഹത്തിന് ഹാനി ഭവിക്കുന്നില്ല. അത് കണ്ട ആ മനുഷ്യനെ, വൃദ്ധനായ മനുഷ്യനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. അവിടെ കിടന്ന് അദ്ദേഹം സ്വാഭാവിക മരണം വഹിച്ചു. ഫിലിപ്പോസിനെ ഈജിപ്തിൽ കൊണ്ടുപോയി ചാട്ടവാറ് കൊണ്ട് അടിച്ച ശേഷം അദ്ദേഹത്തിന്റെ തല വെട്ടിക്കൊന്നു. ശീമോനെ ക്രൂശിൽ തറച്ചു കൊന്നു. യൂദയെ ബേറൂട്ടിൽ വെച്ച് കുത്തിക്കൊന്നു. അന്ത്രയോസിനെ ക്രൂശിൽ കെട്ടിയിട്ട് 2 ദിവസം പീഡിപ്പിച്ചു. ആ 2 ദിവസവും ക്രൂശിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബിനെ ഉയർന്ന ഒരു മലയിൽ കൊണ്ടുപോയി കർത്താവിനെ കൊണ്ടുപോയതുപോലെ താഴോട്ട് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. താഴോട്ട് തള്ളിയിട്ടിട്ടും അദ്ദേഹം മരിച്ചില്ല. അടുത്ത് കിടന്നൊരു തടിക്കഷ്ണം എടുത്ത് പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് പോലെ അടിച്ച് അദ്ദേഹത്തെ കൊന്നു. മർക്കോസിനെ അലക്സാണ്ടറുടെ തെരുവിൽ കുതിരയുടെ വാലിൽ കെട്ടി, ആ കുതിര ഓടി ഓടി അതിന്റെ വാലിൽ കെട്ടിയ മനുഷ്യൻ ഒരഞ്ഞൊരഞ്ഞ് രക്തം വാർന്നൊഴുകി ലോകത്തോട് യാത്ര പറഞ്ഞു. ലൂക്കോസിനെ ഗ്രീസിൽ വെച്ച് തൂക്കിലേറ്റിക്കൊന്നു. ദ ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട്. ദ ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ്, രക്തസാക്ഷികളുടെ പുസ്തകം. ആയിരക്കണക്കിന് രക്തസാക്ഷികൾ 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് വരെ ചരിത്രം പരിശോധിച്ചാൽ രക്തസാക്ഷികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക, it costs something. It is suffering love. ത്യാഗം സഹിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് നാം മുന്നോട്ട് കർത്താവിനെ സ്നേഹിക്കാൻ വരാത്തത്. വേദന സഹിച്ചുകൊണ്ട് എത്ര പേർക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയും? ഇവിടെയാണ് വേല മുഴുവനും. കേരളത്തിൽ നോർത്ത് ഇന്ത്യയിൽ വേലയ്ക്ക് എത്ര പേരുണ്ട്? ഞാൻ ആദ്യമായി പോകുന്നത് ഓപ്പറേഷൻ മൊബിലൈസേഷൻ മൊബൈലിലുള്ള ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രവർത്തിച്ച ഒരു അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. ഓപ്പറേഷൻ മൊബിലൈസേഷൻ ഞങ്ങളുടെ സംഘടന നോർത്ത് ഇന്ത്യയിൽ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷ വേല ചെയ്യും. റോഡിൽ കിടന്നുറങ്ങും, പേപ്പർ വിരിച്ച് റോഡിൽ കിടന്നുറങ്ങും. കാട്ടരുവിലെ വെള്ളമെടുത്ത് പച്ചരി കൊണ്ട് കുക്ക് ചെയ്ത് എന്തെങ്കിലും ഒന്ന് കൂട്ടിക്കഴിക്കും. സായിപ്പുമാർ കാണും കൂടെ, അവരും അത് കഴിക്കും. വേദനയുടെയും ത്യാഗത്തിന്റെയും ബന്ധാവിലൂടെ ചരിക്കുമ്പോൾ മാത്രമേ സുവിശേഷം വളർന്നിട്ടുള്ളൂ, വളരുകയുള്ളൂ. ഒരുത്തൻ എന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ധരിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് വരട്ടെ. ക്രിസ്തുവിന്റെ വഴി ക്രൂശിന്റെ വഴിയാ. ഇത് സ്നേഹ സാമ്രാജ്യമാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ക്രൂശിന്റെ വഴിയിൽ കൂടെയാണ്. ദൈവം സ്നേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ക്രൂശിലൂടെയാണ്. സുഖലോലുപതയുടെ മാർഗമല്ലിത്. ക്രൂശിന്റെ വഴിയിൽ നിന്ന് സുഖലോലുപതയിലേക്ക് മനുഷ്യനെയും സഭയെയും മാറ്റുക എന്ന സാത്താന്റെ തന്ത്രമാണ്. യേശു ക്രൂശിക്കപ്പെടുമ്പോൾ സാത്താനാ പറഞ്ഞത് വേണ്ടായത്. പത്രോസിനെ സാത്താനെ വിളിച്ചത്. ക്രൂശ് ഒഴിവാക്കുന്നതാണ് ഇന്നത്തെ ആത്മീയത. ക്രൂശിന്റെ വഴിയിൽ നിന്ന് സുരക്ഷിതത്തിന്റെ വഴിയിലേക്കുള്ള യാത്രയിൽ ക്രിസ്ത്യാനിയാവുമ്പോഴാണ് സഭയുടെ വളർച്ച മുരടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതിൽ നിന്ന്
ഒരു മാറ്റം ഉണ്ടാകുമോ അന്നേ സഭ വളരുകയുള്ളൂ. ക്രൂശിലൂടെ സ്ഥാപിച്ചത് ക്രൂശിലൂടെ വളരൂ. ഈ സ്നേഹ സാമ്രാജ്യം ക്രൂശിലൂടെ മാത്രമേ വളരുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആ വഴിയിൽ ചരിക്കാൻ സമർപ്പിക്കുന്ന രാത്രിയായി തീരട്ടെ ഈ രാത്രി. ദൈവജനമേ, വിശുദ്ധ ജനമേ, CSI മാർത്തോമ വിശ്വാസ സമൂഹമേ ആയിത്തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇറ്റ് ഈസ് സഫറിംഗ് ലവ്. 3, ഇറ്റ് ഈസ് സീക്കിംഗ് ലവ്. അന്വേഷിക്കുന്ന സ്നേഹമാണ്. ഫ്രാൻസിസ് തോംസന്റെ ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ വേട്ടപ്പെട്ടി എന്ന കൃതി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. സുഖലോലുപതയുടെയും ലോകമോഹങ്ങൾക്കും പുറകെ പായുന്ന മനുഷ്യ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വേട്ടപ്പെട്ടി കണക്കെ നിന്റെ പുറകെ നിന്നെ അനുധാവനം ചെയ്തു വരുന്ന സ്നേഹം, അനുഗമിക്കുന്ന സ്നേഹം. സ്നേഹം വേണ്ടെന്ന് പറഞ്ഞ് നിന്റെ വഴിയിൽ നീ യാത്ര ചെയ്യുമ്പോഴും തിരഞ്ഞു പിടിച്ചു വരുന്ന സ്നേഹം. ദൈവത്തിന് അന്വേഷിച്ചു വരുന്ന സ്നേഹം. ആ സ്നേഹം സുവിശേഷ വേലക്കാരുടെ ഒരു പ്രചോദനമാവണം. അന്വേഷിക്കുന്ന സ്നേഹം, അന്വേഷിച്ചു പോകുന്ന സ്നേഹം, കടൽക്കരയ്ക്ക് അന്വേഷിച്ചു പോകുന്ന സ്നേഹം. കടൽക്കര ശിഷ്യത്തെ കണ്ടെത്താൻ സാധിക്കത്തില്ല, പക്ഷെ സാധാരണ ജനങ്ങളിലേക്ക് അന്വേഷണം എത്തിച്ചേരുന്ന സ്നേഹമാണ്. സേഫ്റ്റിയും സെക്യൂരിറ്റിയും സഭ നൽകുന്ന ഇടങ്ങളിൽ ഉറച്ചിരുന്നുകൊണ്ട് ഇങ്ങോട്ട് ജനത്തെ ആകർഷിക്കുകയല്ല, ഇങ്ങോട്ട് വരട്ടെന്ന് വിളിക്കുകയല്ല, ഇറങ്ങിച്ചെല്ലുക, തേടിച്ചെല്ലുക, അന്വേഷിച്ചു പോകുക. കാണാതെ പോയ ആടിനെ അന്വേഷിച്ചു പോകുന്നത് പോലെ എവിടെയുണ്ട് അന്വേഷിക്കുന്ന സ്നേഹമാണ്. അന്വേഷിച്ചാൽ കണ്ടെത്തും, സന്ദേഹമില്ല. 4, അവന്റെ സ്നേഹം മാറാത്ത സ്നേഹമാണ്. അൺചേഞ്ചിങ് ലവ്. എല്ലാ സ്നേഹങ്ങൾക്കും മാറ്റം സംഭവിക്കും. ലോകത്തുള്ള സകല സ്നേഹത്തിനും മാറ്റം സംഭവിക്കും. ഇതിനു മുമ്പ് ഞാൻ പ്രസ്താവിച്ചപ്പോൾ പറഞ്ഞല്ലോ, മാറ്റമുണ്ട്. സ്നേഹിതന്മാരുടെ സ്നേഹത്തിന് മാറ്റമില്ല. മാതാപിതാക്കളുടെ സ്നേഹത്തിന് മാറ്റമുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് സ്നേഹത്തിന് മാറ്റമുണ്ട്. ഭാര്യയെ സംശയിക്കുക, ഒരു മുറിയിൽ കിടന്നുറങ്ങാൻ പറ്റില്ല, സംശയമാണ്. എങ്ങനെയാ കൂടെ ജീവിക്കുന്നത്, എപ്പോഴാ എന്തെങ്കിലും ചെയ്യുന്നത് അറിഞ്ഞൂടാ, വിശ്വാസമില്ല. നല്ല വീടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സംശയമാണ്, സുരക്ഷിതമില്ല അവിടെ. ഇങ്ങനൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും മാറാത്ത സ്നേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, യേശു മാറാത്തവനാണ്. ആണോ? യേശു മാറാത്തവനാണോ? അവൻ മാത്രമേ മാറാത്തതുള്ളൂ. മാതാപിതാക്കളും സഹോദരങ്ങളും ഉറ്റവരും ഉടയവരും മാറുമ്പോൾ മാറാത്തവർ, എപ്പോഴും എല്ലായിടത്തും കൂടിരിക്കാൻ കഴിയുന്ന സ്നേഹത്തിന്റെ നിറവുടമായ ഒരുത്തനെ ഞാൻ കണ്ടെത്തി, അവൻ എന്റെ പ്രിയനായ കർത്താവാണ്. സ്തോത്രം. ICUവിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ലാതെ മരണം പുൽകാൻ കാത്തിരിക്കുമ്പോൾ, ഐസൊലേറ്റഡ് സെല്ലിന്റെ പുറത്ത് മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും അന്ന് ഗദ്ഗതത്തോടെ നോക്കി നിൽക്കുമ്പോൾ, അടച്ചിട്ട് നിൽക്കുന്ന മുറിക്കകത്ത് നിന്റെ അരികത്ത് വന്ന അമ്മ പേരുകൾ വിളിക്കുന്നത് പോലെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒറ്റ സ്നേഹിതനേ ഉള്ളൂ. അവന്റെ സ്നേഹം അത് മാറാത്ത സ്നേഹമാണ്. I need it. Yes, I need him. ദൈവത്തിന് സ്തോത്രം. I need him. ഞാനത് അനുഭവിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. പാലക്കാട് മിഷൻ ഫീൽഡിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മുടെ തോമസ് സാറൊക്കെ അവിടെ ജോലി ചെയ്തതാണ്. ഞാൻ പറയുന്ന അദ്ദേഹത്തിന് മനസ്സിലാകും. നിങ്ങളുടെ ഈ കമ്മിറ്റിയിലുള്ള സാറാണ്. പാലക്കാട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. ഞാൻ കർത്താവിന്റെ വേല സാർ അധ്യാപകൻ, അവിടെ അധ്യാപകരാണ്. വീട്ടിൽ ശരി. എനിക്ക് ഇൻഷുറൻസ് പറഞ്ഞു, സാറേ സോറി, ഞാൻ തോമസ് സാറെന്ന് വിളിച്ചാൽ CT തോമസ് സാർ, വേറെ CT തോമസ് സാർ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനാണ്, എടുത്തിട്ടുണ്ട്, അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹത്തിന് അനുഭവമൊക്കെ പറയാനുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും. അപ്പോൾ അവിടെ ഞങ്ങൾ അനുഭവിച്ച ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവമുണ്ട്. ഒത്തിരി ത്യാഗത്തിന്റെ അനുഭവത്തിൽ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അവിടെ കിടക്കുന്ന സന്ദർഭം, ഡോക്ടർ കൊച്ചമ്മ എന്നെ ചികിത്സിക്കുക, KTL സംഘത്തിന്റെ കൊച്ചമ്മ 2-3 അസുഖം പിടിച്ചിട്ടുണ്ട്. ബേബി സെന്റർ എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു വലിയ ഡോക്ടർ എവിടെ വരുത്തി, ഇദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞ രക്ഷയില്ല.
അവിടെ തന്നെ നിങ്ങളുടെ പിന്നലേക്കാരനൊരു പുന്നൂസ് സാറുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഷടവില്ല, ഞങ്ങൾ സ്കൂളൊക്കെ ഉണ്ട്. അദ്ദേഹം എന്നെ കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടർ തോമസ് മാത്യുവിനെ കാണിക്കാൻ. അവിടെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു മനസ്സിലാകുന്നില്ലെന്ന്. അപ്പോൾ ഏകദേശം ലോകത്തോട് യാത്ര പറയുന്ന സ്ഥിതിയാണ്. ഒരു കുഞ്ഞേ ഉള്ളൂ. രാത്രിയിൽ അവരെ ക്ഷീണിച്ച് എൻ്റെ ഭാര്യ കിടന്ന് ഉറങ്ങുകയാണ്. എന്നാൽ എനിക്ക് വേണ്ടി ഒരു തന്നവന് ഉറങ്ങാൻ പറ്റത്തില്ല. അവന്റെ സ്നേഹത്തിന് മാറ്റമില്ല. മരണത്തെ മുഖാമുഖമായി കാണുകയാണ്. അപ്പോൾ PX പോൾ എന്ന് പറഞ്ഞ പെന്തക്കോസ്തൽ പാസ്റ്ററുണ്ട്. സാറ് നമ്മുടെ ഒരു പുസ്തകം കയ്യിലെടുത്തുകൊണ്ട് വന്നിരിക്കുക. ഇതിനെന്നറിയാമോ? സമയമാൻ്റെ അടുത്തുനിന്ന് പാട്ട് പാടാൻ പുള്ളിക്ക് അറിയത്തില്ല, കാണാം. അത് പാടേണ്ട സമയമായിരിക്കുക. അത് പാടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക അദ്ദേഹം. പിന്നീട് അതിനോട് പറയുന്നേ, ഡോക്ടർ രാജൻകുട്ടി ഹോമിയോ ഡോക്ടറാണ് അവിടുത്തെ, നമ്മുടെ ജേക്കബ് സാറ്. ഇവരെല്ലാം കൂടി തീരുമാനിച്ചു നമ്മൾ ആംബുലൻസ് ഒക്കെ ഞങ്ങൾ ആയിക്കോളാം എന്നെ കൊണ്ടുപോകാൻ മരണത്തിന്. അതുപോലെയായി. പക്ഷേ ഉയർ തന്നവനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് എന്റെ അരികിലേക്ക് ഇറങ്ങി വന്നൊരു പ്രിയനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിപ്പം ആര് നോ പറഞ്ഞാലും ആരെന്നെ വിമർശിച്ചാലും ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്, യു കനോട്ട് ഡിനൈ ഇറ്റ്. മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, യു കനോട്ട് ഡിനൈ ഇറ്റ്. പിറ്റേ ദിവസം എന്നെ എഴുന്നേൽപ്പിച്ച എന്റെ കർത്താവ്. സ്തോത്രം. സത്യമാണ്. ഇവരോടൊക്കെ ചോദിച്ചാൽ, ജേക്കബ് സാറിനോട് ചോദിച്ചാൽ ജേക്കബ് സാറിന് മക്കൾക്കൊക്കെ അറിയാം. പക്ഷെ പലപ്പോഴും ഞാൻ കാണും ആ കാര്യങ്ങളൊക്കെ പറയും. ചിലപ്പോൾ അറിയാതെ മോളെന്ന് വിളിക്കും, വന്നു വന്ന് മോളെന്ന് അറിയിച്ചു. ദൈവത്തിന് സ്തോത്രം. ജയോടെ ചോദിച്ചാൽ അറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവന്റെ സ്നേഹം, അവന്റെ സ്നേഹം എന്ത് കൊടുക്കും ഞാൻ തിരിച്ച്. I have nothing to pay, repay you Lord, but my life, the rest of my life I want to serve you. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്. 5, ഈ സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന മറ്റൊരു പ്രത്യേകത 2 കൊരിന്ത്യർ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞു, for the love of Christ is constrained me. നിർബന്ധിക്കുന്ന സ്നേഹമാണ്. നിർബന്ധിക്കുന്ന സ്നേഹം. The love of God constrained me. നിർബന്ധിക്കുന്നു. ഈ നിർബന്ധമാണ് പൗലോസിനെ പൗലോസാക്കിയത്. ഈ നിർബന്ധമാണ് സുവിശേഷകനെ സുവിശേഷകനാക്കുന്നത്. ഈ നിർബന്ധമാണ് അച്ഛനെ അച്ഛനാക്കുന്നത്. ഈ നിർബന്ധമാണ് ബിഷപ്പിനെ ബിഷപ്പാക്കുന്നത്. അവന്റെ സ്നേഹത്തിന്റെ നിർബന്ധം. പൗലോസ് പറയും, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, എനിക്ക് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. The love of God is constrained me. ഞാൻ നേർച്ചകളെ മാനിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. 6, it is compensating love. ദൈവത്തിന് സ്തോത്രം. കുറവ് തീർക്കുന്ന സ്നേഹമാണ്. ഞാൻ രാവിലെ ഉപയോഗിക്കുന്ന ഡിവോഷണൽ ബുക്ക് 2 ഉണ്ട്. അതിൽ ഒരെണ്ണം സെൽവിൻ ഹ്യൂസ് എഴുതിയ എവറി ഡേ വിത്ത് ജീസസ് എന്ന പുസ്തകം. സെൽവിൻ ഹ്യൂസ് മരിച്ചുപോയി. അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യന് കൗൺസിലറാണ്, ഒരു ഫിസിഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വളരെ മനോഹരമാണ്. അബ്സ്ട്രാക്ട്, നന്നായിട്ട് കാര്യങ്ങൾ നന്നായിട്ട് പറയാനായിട്ട് കഴിയുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ഒരു ധ്യാനത്തിൽ ആ മനുഷ്യൻ തന്റെ വൈഫിന്റെ വേർപാട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി അദ്ദേഹം വേദനപ്പെട്ടു. ഉള്ളിലേക്ക് അല്പം ഒന്ന് വലിഞ്ഞു. വേദനയോടെ കാര്യങ്ങൾ ഗ്രഹിച്ചു. വേദനയോടെ കർത്താവിനെ സേവിച്ചു. അപ്പൊ ആളുകളൊക്കെ ചെറുത് ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു യു? ഞങ്ങൾക്കൊക്കെ നീ പ്രചോദനം തരുന്ന ആളാണല്ലോ, വാട്ട് ഹാപ്പൻ ടു യു? അങ്ങനെ കുറെ ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഡിവോഷണൽ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുക. ആ സ്നേഹത്തെ കുറിച്ച് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സൗണ്ട് അദ്ദേഹത്തിന്റെ ചെവി കേട്ടു. ഡു യു ബിലീവ് my love can compensate? My love can compensate. Do you believe it? Yes, Lord, I believe. I feel a sort of emptiness deep down in my heart when my wife lost me. But I believe that you can compensate. You can feel it. Only you can. അദ്ദേഹം അന്നത്തെ ഡിവോഷൻ എഴുതിയതാണ്. Yes, his love can compensate. നഷ്ടബോധത്താൽ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാ പറയാൻ, കർത്താവിന്റെ സ്നേഹത്തിന് കോമ്പൻസേഷൻ തരാൻ പറ്റും. ഇറ്റ് ക്യാൻ കോമ്പൻസേറ്റ് യു. സ്തോത്രം. അത് അനുഭവിക്കുന്നവരായി തീരുന്നു. അവനല്ലാതെ മറ്റാർക്കും അതാവില്ല പ്രിയപ്പെട്ടവരെ.
ആരോരും അറിയാതെ കണ്ട് രാത്രിയുടെ ഏകാന്തതയിൽ കട്ടിലിൽ നിന്ന് നീ കരയുമ്പോൾ, ആ എംപ്റ്റിനെസ് മൂലം ശൂന്യത അനുഭവിച്ചുകൊണ്ട് നൊമ്പരപ്പെട്ട് ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ കാതുകളിൽ മന്ത്രിക്കും, യെസ് ഐ കൻ കോമ്പൻസേറ്റ്, യെസ് ഐ കൻ കോമ്പൻസേറ്റ് ഇറ്റ്, പെങ്ങളെ ഐ കൻ കോമ്പൻസേറ്റ് ഇറ്റ്. അവന്റെ സ്നേഹം കുറവ് നികത്തുന്ന സ്നേഹമാണ്. ഒന്നുകൂടെ, അവന്റെ സ്നേഹം നിത്യത വരെ പിൻപറ്റുന്ന സ്നേഹമാണ്. അവന്റെ സ്നേഹം നിത്യത വരെ പിൻപറ്റുന്ന സ്നേഹമാണ്. എവർലാസ്റ്റിംഗ് ലവ്. ലോകത്തിന്റെ സ്നേഹമൊക്കെ കല്ലറ കൊണ്ട് അവസാനിക്കും, പക്ഷെ നിത്യത വരെ പിൻപറ്റുന്നത് പ്രിയന്റെ സ്നേഹം മാത്രമാണ്. ഹല്ലേലൂയ. അധികം താമസിക്കാതെ ആ സ്നേഹത്തിന്റെ സാഗരത്തിൽ നൃത്തം ചെയ്ത് ആനന്ദ തുരിതരായി അവന്റെ പൊന്മകന ശോഭ കണ്ട് തൃത്വത്തോടൊത്ത് നിത്യകാലം നിത്യത പങ്കുവയ്ക്കുന്ന സമയം സമാഗതമാവുകയാണ്. സ്തോത്രം. അതിന് ഹൃദയം വെമ്പൽ കൊള്ളണം. ഈ കാലഘട്ടത്തിൽ അതിന് സഭ ഒരുങ്ങണം. അതിന്റെ ബേസിക് ആയിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പറയണം, എല്ലാവരും പറയണം, ഐ വാണ്ട് ടു ലവ് യു ലോർഡ് better than anything else. ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും അധികമാണ് I want to love you the rest of my life. കാലം അങ്ങയെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, ഈ കർത്താവിനെ സ്നേഹിക്കാൻ പറഞ്ഞാൽ you have to pay the price. Yes, you have to pay the price. It costs something to love him. ചരിത്രം പരിശോധിച്ചാൽ, മിഷണറി ചരിത്രം പരിശോധിച്ചാൽ, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളവരൊക്കെ അതിൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതിന് വില കൊടുത്തിട്ടുണ്ട്. ആ ചരിത്രമാണ് മിഷണറിമാരുടെ ചരിത്രം. അതാണ് ഞാൻ പറഞ്ഞത്. ബുക്ക് ഓഫ് മാർട്ടിർസ് എന്ന് പറഞ്ഞ ആ ഗ്രന്ഥത്തിൽ ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ സംഭവം വിശദീകരിച്ചിരിക്കുന്നത്. ഒരു സംഭവം കൂടെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് എന്റെ വാക്കിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. It was something to love him. You have to pay the price. 1371 ചെക്കോസ്ലോവാക്യയിലെ ഒരു കാത്തലിക് കുടുംബത്തിൽ ജനിച്ചു ജോൺ ഹസ്. ജാൻ ഹസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം ഗ്രഹിക്കാൻ ദൈവം അദ്ദേഹത്തിന് കൃപ ലഭിച്ചു. വേദവിപരീത ഉപദേശമാണ് അവിടെ നടക്കുന്നെന്ന് മനസ്സിലാക്കി, ആ സത്യം മനസ്സിലാക്കിയിട്ട് യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, പാപമോചന ചീട്ടിലൂടെ രക്ഷയില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി അദ്ദേഹത്തെ രാജാവ്, പുരോഹിതർ, അവിടുത്തെ വലിയ ഉന്നത മേലധികാരികളൊക്കെ പിടിച്ചു വിസ്തരിച്ചു. പല പ്രാവശ്യം താക്കീത് കൊടുത്ത് വിട്ടയച്ചു. 3 പ്രാവശ്യം അദ്ദേഹത്തെ വിസ്തരിച്ചു. 3 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു, എന്റെ കൺവിക്ഷനോട് കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അൺകോംപ്രമൈസ്ഡ് കൺവിക്ഷൻ ഉള്ളതായിരിക്കണം ക്രിസ്ത്യാനികൾ, കർത്താവിന്റെ വേലക്കാർ പ്രത്യേകിച്ച്. മുട്ടുമടക്കി ദൈവം നിന്നോട് എന്തോ പറയുന്നു അതിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാതെ മരണം വരെ നിൽക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം കർത്താവിന്റെ വേലക്കാർ, പട്ടക്കാർ, സുവിശേഷകർ, മെത്രാച്ചന്മാർ. യെസ്, അണുവിട വ്യതിചലിക്കാതെ അൺകോംപ്രമൈസ്ഡ് കൺവിക്ഷൻ. അനുരജ്ഞനമില്ലാത്ത ബോധ്യങ്ങൾ. ഇതാണ് ദൈവത്തിന്റെ വേലക്കാരന് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ഞാൻ അതിനെതിരെ പ്രവർത്തിക്കുകയില്ലെന്ന്. അവസാനം അദ്ദേഹത്തെ 4-ാം പ്രാവശ്യം വിളിച്ച് വിസ്തരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസ്ത്രം ഉരിഞ്ഞു മാറ്റിയ ശേഷം ഒരു വലിയ തൂണേൽ അദ്ദേഹത്തെ ബന്ധിച്ചിട്ട് ചുറ്റും ചിതയൊരുക്കുകയാണ്. ചുറ്റും ഓരോ ആളുകൾ ഓരോ തടിക്കഷ്ണം കൊണ്ടിട്ടു. ആ മനുഷ്യന്റെ മുഖത്തോട്ട് തുപ്പി. സ്ത്രീകൾ വന്നിട്ട് ആക്ഷേപിച്ചു, ദുരുപദേശം പഠിപ്പിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു, ആക്രോശിച്ചു. ഒരു പ്രാവശ്യം കൂടെ നിനക്ക് അവസരം തരാം, നിന്റെ ബോധ്യങ്ങൾ തെറ്റാണെന്ന് ഇന്ന് നീ വിളിച്ചു പറഞ്ഞാൽ മതി, സ്ഥാനമാനങ്ങളോട് നിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ദൈവവചനം എന്നെ പഠിപ്പിച്ചത്, അതിൽ നിന്ന് എനിക്ക് കണിവിടെ പോലും വ്യതിചലിക്കാൻ പറ്റില്ല. ക്രൂശല്ലാതെ, വചനമല്ലാതെ, വിശ്വാസമല്ലാതെ നീതീകരണത്തിന് വേറെ വഴിയില്ല. ഇത് ശിക്ഷ നടപ്പാക്കാൻ നിന്നയാൾ പന്തം കൊണ്ടുവന്ന് ചുവട്ടിൽ കൊടുത്തു. സ്ത്രീകൾ പുച്ഛിച്ചു, തുപ്പി. അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹത്തെ. 1414
അഗ്നിനാളങ്ങൾ ഈ ജോൺ ഹസ്സിനെ ഏറ്റുവാങ്ങി കർത്താവിനെ സ്നേഹിച്ചതിന്റെ ഫലമായി ആ മനുഷ്യന് കൊടുക്കേണ്ടി വന്ന പ്രൈസാണ്.